ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഡാൻസോയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നറൂട്ടോ സീരീസിൽ മറ്റു വില്ലന്മാരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എല്ലാവരും ഡാൻസോയെ മാത്രം ഇത്രയധികം വെറുക്കുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നറൂട്ടോ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മോശപ്പെട്ടതായിട്ട് ആരുമില്ല, നല്ലവരായിട്ടും ആരുമില്ല. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകും. ഇപ്പോൾ ഏതൊരു വില്ലനെ കാണിച്ചു തന്നാലും അവസാനം ആ ഒരു ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി കണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെയായി മാറിയത് എന്ന് നമുക്ക് കാണിച്ചു തരും. എക്സാമ്പിളിന് വേണ്ടി നമ്മുടെ ഇറ്റാച്ചിയെ നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്റെ ഉച്ചിഹ വംശം ഇല്ലാതാക്കിയപ്പോൾ എല്ലാവരും വില്ലനായിട്ടും അതുപോലെ ഈവിളായിട്ടാണ് കണ്ടത്. അതിനുശേഷം പിന്നീട് താൻ വില്ലേജിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും തുടങ്ങിയ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മാതറയെ നോക്കിക്കഴിഞ്ഞാലും ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിൽ അത്രയധികം ആൾക്കാരെ കൊന്നിട്ട് പോലും വേൾഡ് പീസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നും നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ ഇവിടെ ഇറ്റാച്ചി ചെയ്ത ഈ ഒരു സംഭവത്തിൽ കൊനഹ വില്ലേജിന് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടായെങ്കിലും മാതറ ചെയ്ത ഈ ഒരു സംഭവങ്ങൾക്ക് ആർക്കും യൂസ് ഉണ്ടാകില്ല, എല്ലാവരും മരിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡാൻസോയും കുറെ ഈവിളായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു വെച്ച് നറൂട്ടോ വേൾഡിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇറ്റാച്ചി തന്റെ ഉച്ചിഹ ക്ലാൻ ഇല്ലാതാക്കിയതും അക്കാറ്റ്സുക്കി ഒരു ഈവിൾ ഗ്രൂപ്പ് ആകാനും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ ഡാൻസോ ഇതൊക്കെ ചെയ്യാനും ഒരു കാരണം ഉണ്ടായിരുന്നു. എന്നിട്ടും പുള്ളിക്കാരനെ എല്ലാവരും ഈവിളായിട്ടാണ് കാണുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ മാതറയെ തുടങ്ങി മറ്റു വില്ലന്മാരൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഡാൻസോയും. ഏതൊരു വില്ലന്മാരും അവരുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഒരുപാട് ആൾക്കാരെ കൊല്ലുകയും എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇറൂസൻ ഹൊക്കാഗെയായ സമയത്ത് ഷാഡോ ഹൊക്കാഗെയായിട്ടുണ്ടായ ആളായിരുന്നു ഡാൻസോ. കൂടാതെ വില്ലേജിനെ പല സമയത്തും ഡാൻസോ രക്ഷിച്ചിട്ടുമുണ്ട്, അതിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ നമ്മുടെ ഡാൻസോ ആണെങ്കിൽ വില്ലേജിനെ സംരക്ഷിക്കുന്നതിന് ഒരു ലിമിറ്റും ഇല്ലാതെ എക്സ്ട്രീം ലെവലിലേക്ക് പോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചത്. ഉച്ചിഹാസ് ഒരു ഭീഷണിയാണെന്ന് മനസ്സിലായി തന്റെ പ്ലാൻ പ്രകാരം ഉച്ചിഹാസിനെ ഇല്ലാതാക്കി. അത് കഴിഞ്ഞ് വില്ലേജിന്റെ ഫുൾ പവർ കിട്ടാൻ വേണ്ടി തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഇറുസൻ സെറുട്ടോബിയെ ഡാൻസോ ആളെ വെച്ച് കൊല്ലാൻ വേണ്ടി നോക്കി. എന്നാൽ അതും നടന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പെയിൻ വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൈൻറ്റെയിലിനെ പെയിന്റെ അടുത്ത് കിട്ടരുത് എന്ന് കരുതി പെയിൻ വില്ലേജിൽ വന്ന ആ ഒരു വിഷയം നറൂട്ടോയെ അറിയിക്കാതിരുന്നതും ഡാൻസോ ആണ്. അപ്പോൾ നിങ്ങൾ പറയും, ഒരു കണക്കിന് ഇത് നല്ലതല്ലേ, നറൂട്ടോയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയല്ല ഇത് പറഞ്ഞത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല. പെയിൻ വില്ലേജിനെ ആക്രമിച്ച് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാരണം പറഞ്ഞ് സുനാഡയെ പതിയെ ഹൊക്കാഗെ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാം. അതിനുശേഷം ഡാൻസോയ്ക്ക് ഹൊക്കാഗെ ആകാനും കഴിയും. ഇതും ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ ഡീപ് വില്ലേജിന്റെ പവർഫുൾ ആയിട്ടുള്ള ഷിനോബീസിനെയൊക്കെ ചേർത്ത് അൻബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചേർക്കുകയും അത് മുഴുവനായും ഡാൻസോയുടെ കൺട്രോളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ വില്ലേജിന്റെ മിലിറ്ററി പവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒറോച്ചിമാറുവിന്റെ കൂടെ ചേർന്ന് ഇൻലീഗലായി ഹ്യൂമൻസിനെ എക്സ്പെരിമെന്റ് ചെയ്യുകയും ഇതിലൂടെ ഒരുപാട് കുട്ടികൾ മരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്താലും വില്ലേജിന് ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടില്ല. കൊനഹ വില്ലേജിന് ഒരു സൂപ്പർ പവർ ആയിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ഡാൻസോ ശ്രമിച്ചത്. നമ്മുടെ ടോബിറാമയുടെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഡാൻസോ. വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ടോബിറാമ ഏത് ലെവലിൽ ഇറങ്ങുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഉച്ചിഹാസിന്റെ മുകളിലും ആ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഡാൻസോ ആണെങ്കിൽ ഇതൊക്കെ തെറ്റായ രീതിയിൽ എടുത്ത് കുറച്ച് ഓവർ ആയിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷിസുയുടെ ഡെത്തിനും നമ്മുടെ ഡാൻസോ ആണ് കാരണം. അവസാനം നമ്മുടെ സാസ്കയുടെ കയ്യിൽ നിന്നുമാണ് നമ്മുടെ ഡാൻസോ മരിക്കുന്നത്. ഡാൻസോ അവസാനം ആ ഒരു മരിക്കുന്ന സമയം ഓൾമോസ്റ്റ് നറൂട്ടോ കാണുന്ന എല്ലാവരും അത്രയധികം ഹാപ്പി ആയിട്ടുണ്ടാകും. അതായത് ഡാൻസോ ഇതൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ വില്ലേജിന്റെ ബെനിഫിറ്റിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഡാൻസോ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നീട് വലിയ പ്രശ്നങ്ങൾ വരികയാണ് ചെയ്തത്. അപ്പോൾ ഡാൻസോയെ പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.